കേംചോ കോഴിക്കോട് അച്ചാർ പൊടി ഒന്നും ഇല്ലാണ്ട് നമുക്കൊരു അച്ചാർ ഇട്ടാലോ. നല്ല പച്ച മാങ്ങ 3 മണിക്കൂർ കല്ലുപ്പിലിട്ടിട്ട് വെച്ച് കടുകും ഉലുവയും ചൂടാക്കി പൊടിച്ചെടുക്കണം. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ നമ്മുടെ വീട്ടിൽ മുറ്റത്ത് ഉണ്ടായ കറിവേപ്പില എടുത്തിട്ടുണ്ട്. നേരത്തെ കണ്ട ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കണം. എന്നിട്ട് ഒരു പാത്രം എടുത്ത് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു. അതിലേക്ക് കടുകും ഉലുവയും ഇട്ട് നന്നായിട്ട് ചൂടാക്കിയെടുത്തു. നന്നായിട്ട് മിക്സ് ചെയ്തു. പിന്നെ നേരത്തെ എടുത്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് ഇട്ടു. ശേഷം പച്ചമുളക് ഇട്ടു, കരിവേപ്പില ഇട്ടു, നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഇതാ ഈ കാണുന്ന പരുവത്തിലായപ്പോൾ ഞാൻ നിർത്തി. ഇനി പൊടികളാണ് ആഡ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ ആക്കിയെടുത്ത കടുക ഉലുവ ചേർത്തിട്ടുള്ള പൊടി, പിന്നെ നമ്മുടെ ആവശ്യത്തിന് എരിവിന് ആവശ്യത്തിനനുസരിച്ചിട്ട് മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ശേഷം നമ്മൾ കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കായപ്പൊടി കൂടുതലായാലും രസമുണ്ടാവും. ഇത് പിന്നെ നേരത്തെ നമ്മൾ കടുക് ഉലുവ പൊടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിൻ്റെ ആ ഒരു പച്ചമണം പോകുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നിങ്ങളെ പാകത്തിന് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഇതാ കുറച്ച് വിനീഗർ കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ മാങ്ങ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മാങ്ങ ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഒരു സ്മെല്ല് വരാനുണ്ട്. അപ്പം തന്നെ മനസ്സിലാവും നമ്മൾ അച്ചാർ കിടിലനാണെന്ന്. ഇതാ ഇത്ര ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാൻ അച്ചാർ ഇട്ടത്. വേറെ ഒന്നും എക്സ്ട്രാ ആഡ് ചെയ്തിട്ടില്ല. ഇപ്പോൾ അവസാനമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കടുകും ഉലുവേൻ്റെയും പൊടി ബാക്കിയുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക.